എന്നാൽ അതിരപ്പള്ളി കൊമ്പനെ കാര്യമായി പ്രതികരിക്കാൻ പോലും കഴിയുന്നില്ല. അവൻ അത്രമേൽ ക്ഷീണിതനാണ്, മയങ്ങി നിൽക്കുന്നത്. അയ്യോ വീണ്ടും മുന്നോട്ട് അവൻ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ അവനെ തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്ന് ഒരുപക്ഷെ ആനയ്ക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ ഉപദ്രവിക്കാനല്ല, ഇത് മനുഷ്യന്റെ സഹജീവി സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഒരു ഭാഗത്ത് ആന ജീവൻ എടുക്കുമ്പോഴും ആനയുടെ ജീവൻ പോകാതിരിക്കാനുള്ള ശ്രമമാണ്. ദാ നോക്കൂ, കുങ്കിയാനകൾ വല്ലാതെ അവനെ പുഷ് ചെയ്യുന്നുണ്ട്, അവനെ മുന്നോട്ട് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മയങ്ങി നിൽക്കുന്നു അവൻ. ലോറിയുടെ തൊട്ട് മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇനി അവനെ തള്ളി ഉള്ളിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇടത്തും വലത്തും നിന്ന് കുങ്കിയാനകൾ വീഴാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നു. വീണ്ടും മുകളിലേക്ക് അവനെ പുഷ് ചെയ്ത് കയറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സാവധാനം ആണ്, കാലുകൾ കൊണ്ടും കൈകൾ കൊണ്ടും ഒപ്പം തുമ്പിക്കൈ കൊണ്ടും അവനെ പുഷ് ചെയ്ത് മുകളിലേക്ക് ആ ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടത്തും വലത്തുമായി കുങ്കിയാനകൾ, പിന്നിൽ നിന്നും കുങ്കിയാന അവനെ മുന്നിലേക്ക് തള്ളി നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ്. ലോറിയുടെ ഭാഗം പ്രേക്ഷകർക്ക് കാണാം, അത് അനിമൽ ആംബുലൻസ് ആണ്. ഇപ്പോൾ പുറകിൽ നിന്നുകൊണ്ട് സാവധാനം, കൊമ്പ് ശരീരത്തിൽ തട്ടാതെ വേണം കൊണ്ടുപോകാൻ. സ്പെഷ്യലി ട്രെയിൻഡ് ആണ് നമ്മുടെ കുങ്കിയാനകൾ. ഇതിൽ കോന്നി സുരേന്ദ്രൻ സൂപ്പറാണ്, അതേപോലെ ഗുഞ്ചുവും വിക്രമും ഉണ്ട്. മൂന്നും വളരെ സാവധാനം എത്ര ഓപ്പറേഷനുകൾ നടത്തിയവരാണ്. ലോറിക്കുള്ളിലേക്ക് കയറ്റുകയാണ്, കൊമ്പനെ തള്ളി ലോറിയിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ മിഷൻ ഇപ്പോൾ ഏകദേശം വിജയത്തിലേക്ക് അടുക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രേക്ഷകർ കാണുന്നത്. സുന്ദരമായി പ്രഭാതത്തിൽ ഒരു കാട്ടാനയുടെ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയെ ചികിത്സിക്കുന്നതിനുള്ള ഒരു വലിയ ശ്രമം നമ്മൾ നടത്തുന്നു. കുങ്കിയാനകൾ അപ്പുറത്തും ഇപ്പുറത്തും പിന്നിലും നിന്ന് ഈ അതിരപ്പള്ളി കൊമ്പനെ സാവധാനം തള്ളി ലോറിയിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ആന ജീവൻ എടുക്കുമ്പോൾ ആനയുടെ ജീവൻ എടുക്കാതെ ആനയുടെ ജീവൻ രക്ഷിക്കാനുള്ള മനുഷ്യന്റെ ശ്രമത്തിന്റെ ഭാഗം. നമ്മുടെ RRT ഉദ്യോഗസ്ഥർക്ക്, അരുൺ സക്രിയയ്ക്ക്, ഒപ്പം വനപാലകർക്കെല്ലാം ഒരു നിറഞ്ഞ സല്യൂട്ട്. അതിനോടൊപ്പം ഈ ആനയെ പരിപാലിച്ചുകൊണ്ടിരിക്കുക. നോക്കൂ, ലോറിയിൽ കയറ്റി. പക്ഷേ ലോറിയിൽ കയറിയിട്ടും അവൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുങ്കിയാനകൾ വിടുന്നില്ല. അവനെ പുഷ് ചെയ്ത് ലോറിക്കുള്ളിൽ സേഫായ പൊസിഷനിലേക്ക് എത്തിക്കുകയാണ്. ഒന്ന് ചെറുക്കാൻ പോലുമുള്ള ശേഷി ഈ അതിരപ്പള്ളി കൊമ്പനില്ല. അപ്പോഴും വാരിയലുകൾ തെളിഞ്ഞു നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൊമ്പനെ വീണ്ടും താഴേക്ക് ഇറങ്ങുന്നു. പക്ഷേ കൊമ്പനെ വീണ്ടും ഉള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജെയ്സൺ, ആ ശ്രമം വിജയിച്ചു അല്ലേ? തീർച്ചയായും അരുൺകുമാർ, ശ്രമം വിജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു 1.5 മണിക്കൂർ നേരത്തെ ആശങ്കയ്ക്ക് വിരാമമായിരിക്കുന്നു. വളരെ സുരക്ഷിതമായി അതിരപ്പള്ളി കൊമ്പൻ ലോറി ആംബുലൻസിലേക്ക് കയറിയിരിക്കുന്നു. 3 കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി വളരെ സുരക്ഷിതമായി ഇപ്പോൾ ഉള്ളിലേക്ക് കയറിയതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഇപ്പോഴും പുറകിൽ നിന്ന് മറ്റൊരു കുങ്കി ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് വീണ്ടും പുറത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പുറകിൽ നിന്ന് തള്ളി നിൽക്കുകയാണ് ഒരു കുങ്കി. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാൻ കഴിയും. അതിനുശേഷം അവിടെ ലോക്ക് ചെയ്യുന്ന നടപടികളിലേക്ക് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ കടന്നിരിക്കും. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. അതെ, നോക്കൂ ജെയ്സൺ, എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ്. 3 കുങ്കിയാനകളും ദുർബലനായ അതിരപ്പള്ളി കൊമ്പനെ ഇപ്പോൾ ലോറിക്കുള്ളിലേക്ക് കയറ്റി അനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു. ലോക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. എന്നെ എന്തിനാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ തള്ളുന്നത് എന്നായിരിക്കും ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവുക. കുങ്കിയാനകൾക്കൊപ്പം നമ്മളും തള്ളുന്നുണ്ടല്ലോ, അതവൻ കേൾക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ആ തള്ളലിൽ അവൻ ലോറിക്കുള്ളിൽ അനിമൽ ആംബുലൻസിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ജെയ്സൺ, ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അരിക്കൊമ്പനെ കൊണ്ടുപോയ കാഴ്ച കണ്ടു. പക്ഷേ അതിനേക്കാളൊക്കെ ഇതൊരു പരിക്കേറ്റ ആനയെ നമ്മൾ ചികിത്സിക്കാൻ കൊണ്ടുപോവുകയാണ്. വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യമിത അതിൻ്റെ നിർണായകമായ നിമിഷങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോറിയിൽ കയറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും ലോറിയിലേക്ക് അവനെ കയറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കുങ്കിയാനകൾ വിക്രമും സുരേന്ദ്രനും കുഞ്ചുവും സൂപ്പറാണെന്ന കാര്യത്തിൽ സംശയമില്ല. നിമിഷ നേരം കൊണ്ടാണ് വീണ്ടും അവനെ പതുക്കെ പുഷ് ചെയ്ത് പൊസിഷനിലേക്ക് അടുപ്പിക്കുകയാണ്. പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് അവൻ്റെ ദുർബലമായ മെലിഞ്ഞ എല്ലൊട്ടിയ ശരീരമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.